അമ്മയുടെ ആട് എന്ന നോവൽ മുഴുവനായി കേൾക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അനേക കാലത്തെ അലഞ്ഞുതിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിനു ശേഷം മൂക്കത്ത് ശുണ്ടിയുമായി ഞാൻ വൈക്കം പട്ടണത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു. സ്റ്റൈലൻ സ്വീകരണം. എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഞാനിരുന്നു പുകഞ്ഞു. എൻ്റെ വീട്, ഞാൻ ആരെ പഴിക്കണം? 10-15 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ചില രാത്രികൾ കഴിച്ചുകൂട്ടിയതായ ഓർമ്മയേ ഉള്ളൂ. എനിക്ക് താമസിക്കുവാനായി മാത്രം വീടിനെതിരെ പബ്ലിക് റോഡിന്റെ വക്കിൽ ഓടിട്ട ഒരു ചെറിയ കെട്ടിടമുണ്ട്. അത് പണിയുമ്പോൾ ഞാൻ കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട്. വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ശാന്തതയ്ക്കും ഭംഗിക്കും വേണ്ടി പലതും ചെയ്തു. ഉയരത്തിൽ കല്ല് കെട്ടിച്ച് വെള്ളമണൽ വിരിച്ച മുറ്റത്തിനു ചുറ്റും ഭംഗിയുള്ള ചെടികളുണ്ട്. പൂപ്പരുത്തിയിൽ മുല്ലയും പിച്ചിയും പടർത്തിയിട്ടുണ്ട്. മുറ്റത്തിന്റെ മൂലകളിൽ പേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 കുളങ്ങളുണ്ട്. കുടിക്കാനൊന്ന്, കുളിക്കാനൊന്ന്. എനിക്കായി മാത്രം സ്പെഷ്യൽ കക്കൂസ്. പറമ്പു നിറയെ തെങ്ങുകളും വാഴയും കൂടാതെ പല വൃക്ഷങ്ങളും ഞാൻ നട്ടുപിടിപ്പിച്ചു. കൂട്ടത്തിൽ നല്ല മാവുകളും. ആ കെട്ടിടമാണ് എൻ്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? എൻ്റെ ഉമ്മ, എൻ്റെ നേരെ ഇളയവനായ അബ്ദുൾ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൾ ഖാദറിന്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവന്റെ കെട്ടിയോളായ ഐഷോമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, ഹനീഫായുടെ ഇളയതായ ആനുമ്മ, അവളുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സൈദു മുഹമ്മദ്, പിന്നെ എൻ്റെ എല്ലാറ്റിനും ഇളയ അനുജൻ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് മനുഷ്യർ. ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ. എവിടുന്നോ വന്നു കുടിയേറി ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ. അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന 1,000 എലികൾ. പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ. ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ. ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. വീട്ടിൽ എപ്പോഴും നല്ല ഹരമാണ്. ചന്ത കൂടിയ ബഹളം. റഷീദും സുബൈദയും നീന്തി നടക്കാൻ തുടങ്ങിയിട്ടില്ല. മുല കുടിക്കാത്ത സമയങ്ങളിൽ അവരങ്ങനെ നിർത്താതെ കരയും. നടന്നു തുടങ്ങിയ ആരിഫയും ഒരു കരച്ചിൽ യജ്ഞക്കാരിയാണ്. അവളെക്കാൾ ശകലം പ്രായം കൂടിയ ലൈലയും സൈദു മുഹമ്മദും നല്ല ഒന്നാം തരം കരച്ചിൽക്കാര് തന്നെ. അബിയും പാത്തുക്കുട്ടിയും. ഹബീബ് മുഹമ്മദ് എന്നുള്ള പേര് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ വിളിക്കുന്നത് അബി. തന്നെത്താൻ അവൻ പറയുന്നത് ഉമ്പി. അവനും പാത്തുക്കുട്ടിയും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 പേരും ഉശിരൻ കരച്ചിലുകാരാണ്, ശാഠ്യക്കാരുമാണ്. കുട്ടികൾ, പൂച്ചകൾ, കോഴികൾ, പെണ്ണുങ്ങൾ, പരുന്തുകൾ, എലികൾ, കാക്കകൾ എല്ലാവരും കൂടി നല്ലൊരു മേളമാണ് സൃഷ്ടിക്കുന്നത്. ഈ പറയപ്പെട്ട ബഹളത്തിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട്. പെണ്ണു തന്നെ, തവിട്ട് നിറം, നല്ല ചുറുചുറുപ്പുണ്ട്. അത് വെളുപ്പിനെ എൻ്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും. എന്നിട്ട് പുരയ്ക്കകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി മുറ്റത്തിറങ്ങി രാത്രി വീണ പ്ലാവില വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും. മുറ്റത്തിന്റെ അരികിലുള്ള പ്ലാവ് വൃദ്ധദശ കടന്നതാണ്. എങ്കിലും ചക്കകളുണ്ട്. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവിലയുമുണ്ട്. ആട് പ്ലാവിലയെല്ലാം വേഗം തിന്നു തീർത്തിട്ട് മുറ്റത്തിന്റെ അരികിലുള്ള ചാമ്പമരത്തിന്റെ ചുവട്ടിലേക്ക് ചെല്ലും. അവിടെ വീണ് കിടക്കുന്ന ചാമ്പങ്ങ എല്ലാം തിന്നും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ ഇറിഞ്ഞിലുപോലെ കിടപ്പുണ്ട്. എന്തു ചെയ്യും? ആട് 2 പിൻകാലുകളിൽ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും. എത്തുന്നില്ല.
ആരാണ് ഈ ചാമ്പമരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത്? അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും. ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അത് നക്കിയെടുത്ത് രുചിയോടെ ചവച്ചു തിന്നും. അപ്പോഴേക്ക് ഉമ്മായോ കുഞ്ഞാനുമ്മായോ ഐശോമ്മായോ ആനുമ്മായോ മുറ്റമടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്ത് കയറി അവിടെയൊക്കെ അങ്ങനെ പരതി നടക്കും. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ആരുമൊന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്ത ഒരു വീട്. ചാരുകസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എന്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാലസഖി, ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിന്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാലസഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് 2ഉം 3ഉം പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. തിന്നട്ടെ, നല്ല ആട് തന്നെ. ശബ്ദങ്ങളിരിപ്പുണ്ടല്ലോ. ഘോരഘോരമായ വിമർശന പീരങ്കി ഉണ്ടകളേറ്റ ചെറു പുസ്തകമാണ്. എങ്കിലും സംഗതി ഭീകരം. ആ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ല. ബാല്യകാലസഖി അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് മുഴുവനും സാപ്പിട്ടു. എന്നിട്ട് ആട് എന്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടി ഇറങ്ങി ഓടിച്ചെന്നു. ഹേ അജസുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെയില്ല. എന്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. ഭവതിക്കതെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ചു പുറത്തിറക്കി. അത് പ്ലാവിൻ ചുവട്ടിലേക്ക് ഓടി. അവിടെ 2-3 ഇലകൾ വീണുകിടപ്പുണ്ട്. മൂപ്പത്തി അതെല്ലാം തിന്നുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ആരതാണുമ്മ ഈ ആട്? ഉമ്മ പറഞ്ഞു, ഞമ്മടെ പാത്തുമ്മാടെ ആടാ. അതാണല്ലേ ഇതിനിത്ര സ്വാതന്ത്ര്യം? പാത്തുമ്മയുടെ ആടാണ്. സംഗതി വ്യക്തമായി. നേരം വെളുക്കുന്നതിന് മുമ്പ് പാത്തുമ്മ അതിനെ അടിച്ചുവിടും. അവര് മുറ്റോടിച്ച് ആ പെലാവില മുഴുവനും കളയണതിന് മുമ്പ് ചെന്ന് തിന്ന് വയറ് നിറ എന്റെ പൊന്നാടേ എന്ന് ഉപദേശിക്കും. ആട് നേരെ ചൊവ്വെ പബ്ലിക് റോഡിലൂടെ വീട്ടിലേക്ക് വരും. എന്നിട്ടാണല്ലേ മേട് കുശാൽ. ഈ ആടുകാരി പാത്തുമ്മ എന്റെ സഹോദരിയാണ്. അബ്ദുൽ ഖാദറിന്റെ നേരെ ഇളയത്. താമസിക്കുന്നത് 1.5 ഫർലോങ് അകലെ ചന്തയുടെ പിന്നിലാണ്. ഭർത്താവായ കൊച്ചുണ്ണിക്ക് കാലത്തെ ചായയും പലഹാരവും ഉണ്ടാക്കിക്കൊടുത്ത് കൊച്ചുണ്ണിയെ കച്ചവടത്തിന് പറഞ്ഞയക്കും. മൂപ്പർ പല കച്ചവടവും ചെയ്തു നോക്കി. എന്നിട്ട് കയർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സന്ധ്യക്കേ മടങ്ങി വരൂ. കൊച്ചുണ്ണി പോയിക്കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെച്ചിട്ട് തന്റെ കൊച്ചുമകൾ ഖദീജയുമായി പാത്തുമ്മ നേരെ ചൊവ്വെ വീട്ടിലേക്ക് വരും. വരുന്നതൊരു സ്റ്റൈലിലാണ്. വാലുപോലെ പിറകിൽ ഖദീജ. സ്വപ്നത്തിൽ എന്ന വണ്ണമാണ് പാത്തുമ്മയുടെ നടപ്പ്. വീട്ടിലെത്തിയാൽ വിധം മാറും. പാത്തുമ്മയുടെയും ഒച്ചകൊന്തും. അതിനാവശ്യമുണ്ടല്ലോ, അവളാണ് ഉമ്മായുടെ മൂത്ത മകൾ. അതുകൊണ്ട് വീട്ടിൽ ലേശം അധികാരമൊക്കെ കൂടുതലുണ്ടാകുമല്ലോ. പാത്തുമ്മ വന്നു കയറിയപ്പോൾ ഞാൻ ശകലം ശ്രദ്ധിച്ചു. പാത്തുമ്മയുടെ ആടുണ്ട്, ഉമ്മായുണ്ട്, അനിയത്തിയുണ്ട്, 2 നാത്തൂന്മാരുണ്ട്. എന്താണുണ്ടാവുക? പാത്തുമ്മ അകത്ത് കടന്ന് അനിയത്തിയോടും ഉമ്മായോടും നാത്തൂന്മാരോടുമായി ഒരല്പം അധികാരത്തോടെ ചോദിച്ചു, വല്ലവരും എന്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ? ഉമ്മ പറഞ്ഞു, 100 കൂട്ടം പണിയുണ്ട് നിന്റെ ഒരാട്. പാത്തുമ്മ നാത്തൂന്മാരോട് എന്തൊക്കെയോ ചോദിച്ചു. അനിയത്തിയെ അല്പം ശാസിച്ചു. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെടീ. അതിന് ആനുമ്മ എന്തു പറഞ്ഞെന്നറിഞ്ഞുകൂടാ. പാത്തുമ്മ ഉമ്മയോട് തന്റെ ജീവിതക്ലേശങ്ങളെപ്പറ്റി പറഞ്ഞു. ഒട്ടുവളരെ സങ്കടങ്ങൾ. എന്നിട്ട് ഒരു വെച്ചിരുത്തലോടെ പ്രസ്താവിച്ചു, നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട, എന്റെ ആട് പെറട്ടെ, അപ്പ കാണാം. പാത്തുമ്മയുടെ ആട് പ്രസവിക്കുമ്പോൾ പാത്തുമ്മ എന്താണ് മാലോകരോട് കാണിക്കാൻ പോകുന്നത്? ചാമ്പമരം കായ്കളാൽ മന്ദഹസിക്കുകയാണ്. ഞാനതിൽ നോക്കി ചാരുകസേരയിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു കിടക്കുമ്പോൾ മ്യാവൂ മ്യാവൂ എന്നുള്ള വൃത്തികെട്ട ശബ്ദങ്ങളോടെ അഭയാർത്ഥി പൂച്ചകൾ എന്റെ അടുത്തു വന്നു. അതിലൊന്ന് ഉശിരോടെ ചാടിക്കയറി എന്റെ മടിയിലിരിപ്പായി.
വലിയ വൃത്തിയുള്ളതല്ല ഈ പൂച്ച. എന്തിനെന്റെ മടിയിൽ കയറിയിരിക്കുന്നു? തമ്മിൽ യാതൊരു പരിചയവുമില്ല. എങ്കിലും കണ്ടപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിരിക്കാം. ഓ, ഇരിക്കട്ടെ. അങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ കുറേയേറെ പെൺകുട്ടികൾ പോകുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്നവരാണ്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. സുന്ദരികൾ, തീക്ഷ്ണമായ നോട്ടം. എന്താ കാരണം? പാത്തുമ്മയുടെ ആടിന്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്നു. കാക്കയെയും വഹിച്ചുകൊണ്ട് ആട് എന്റെ അടുത്ത് മുമ്പിൽ വന്നു. കണ്ട ഓർമ്മ തോന്നുന്നില്ലല്ലോ എന്ന മട്ടിൽ കാക്ക എന്നെ ഒന്ന് ചെരിഞ്ഞു നോക്കി. എന്റെ അടുത്ത് സിമന്റ് തിണ്ണയിൽ നിന്ന് കുറെ കോഴികൾ എന്തെല്ലാമോ കൊത്തിപ്പെറുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അറ്റത്ത് കാക്ക പറന്നു വന്നിരുന്നു. ഇതിനെന്തിവിടെ അവകാശം എന്ന മട്ടിൽ കോഴികൾ നോക്കി. കാക്ക യാതൊരു കൂസലും കാണിച്ചില്ല. ഞാനാണ് ഇവിടത്തെ അവകാശി എന്ന മട്ടിൽ കാക്ക കൊത്തിപ്പെറുക്കി തുടങ്ങി. ആ സദസ്സിലേക്ക് ഒരു വെള്ള പൂച്ച വന്നു. കൂട്ടത്തിൽ വലിയ കരിങ്കോഴിക്ക് അതത്ര പിടിച്ചില്ല. അത് പൂച്ചയുടെ തലയ്ക്ക് കൊടുത്തു ഒരു കുത്ത്. പൂച്ച ഒന്ന് ചീറ്റി. എന്നിട്ട് വാലും പൊക്കി രോമങ്ങളെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ കാണിച്ചു തരാം, ചുണയുണ്ടെങ്കിൽ നീ ഒന്നുകൂടി കൊത്ത് എന്ന മട്ടിൽ നിൽപ്പായി. ഉമ്മ ഇത് കണ്ടോ എന്നുള്ള പരുക്കൻ ഒച്ചയോടെ ആ സദസ്സിലേക്ക് എന്റെ ഏറ്റവും ഇളയ അനുജൻ അബൂബക്കർ അലക്കി തേച്ച വസ്ത്രങ്ങളും ചീകിമിനുക്കിയ മുടിയും കരയുന്ന ചെരുപ്പുകളുമായി വന്നു. അവൻ വെറും അബുവായി നടക്കുകയാണ്. മൂപ്പർ ഒരു ലെഫ്റ്റിസ്റ്റാണെന്ന് സംസാരമുണ്ട്. ദിവസത്തിൽ 2 തവണ ഡ്രസ്സ് മാറും. അവൻ 60 ജോഡി ചെരുപ്പുകളുണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. നൂല് പോലെയാണവൻ. എങ്കിലും മഹാ ഒച്ചക്കാരനാണ്. വലിയ മെനക്കാരനും. ഞാൻ വന്നയുടനെ അവനെ കുടിയിറക്കി. വീട്ടിലുള്ള എന്റെ സ്വന്തം മുറിയിൽ സർവാധിപതിയായി അവൻ വാഴുകയായിരുന്നു. ആ മുറി എനിക്കും അബ്ദുൽ ഖാദറിനും ഇരുന്ന് പഠിക്കാനായി ബാപ്പ പണ്ട് വീടിനോട് ചേർത്ത് പണിയിച്ചതാണ്. ആ കാലത്ത് തന്നെ അബ്ദുൽ ഖാദറിനെ ആ മുറിയിൽ നിന്ന് ഞാൻ കുടിയിറക്കി. അവൻ പിന്നെ ഉമ്മയുടെ കൂടെയായി കിടപ്പ്. അബ്ദുൽ ഖാദറിന്റെ തല ഇപ്പോൾ നരച്ചു കഴിഞ്ഞു. കണ്ടാൽ എന്റെ ജ്യേഷ്ഠനാണെന്നേ തോന്നൂ. അവൻ പണ്ടത്തെ എന്റെ മുറിയുടെ ഇണ പോലെ വേറൊന്ന് ഇപ്പോൾ വീടിന്റെ ഇങ്ങേ വശത്ത് പണിയിച്ചിട്ടുണ്ട്. അതിലാണ് ഹനീഫായും കെട്ടിയോളും മക്കളും രാത്രി കഴിച്ചുകൂട്ടുന്നത്. അബുവിനെ ഞാൻ കുടിയിറക്കിയപ്പോൾ തന്റെ പെട്ടികളും പുസ്തകങ്ങളും വിളക്കും കിടക്കയുമായി അവൻ ഹനീഫായുടെ മുറിയിലേക്ക് മാറി. അബുവിന്റെ ഒച്ച കേട്ടയുടനെ പൂച്ചകൾ ഓടി, കാക്ക പറന്നു, കോഴികൾ പരക്കം പാഞ്ഞു. പാത്തുമ്മയുടെ ആട് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഓടി. പിള്ളേര് കരച്ചു നിർത്തി. പരുന്തുകളും എറിയനും നിശബ്ദരായി എങ്ങോ ഒളിച്ചു. സ്ത്രീകളുടെയും വർത്തമാനം നിലച്ചു. വീട് നിശബ്ദമായി. അബുവിന്റെ ഒച്ച പൊന്തി, വലിയ കാക്ക ഇതെല്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. പൂച്ച, പിള്ളേര്, കോഴി, കാക്ക, ആട്. ആടിനെ തീറ്റി വളർത്താൻ കണ്ട ഒരു സ്ഥലം. എല്ലാത്തിനെയും ഞാൻ പാകമാക്കാം. ഉമ്മ, ആ വടിയും തെറ്റാലിയും എടുത്തോണ്ട് വന്നേ. പാത്തുമ്മ ഉടനെ സങ്കടത്തോടെ പറയുന്നത് കേട്ടു. ഖദീജ, ഞമ്മടെ ആളിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിൽ അവകാശമൊന്നുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ്. വാ പോകാം. പൊന്നുമ്മ, ഞങ്ങള് പോണ്. അബു ഒച്ചയിട്ടു. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശവുമുണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഹനീഫക്കേനെയും കെട്ടിയോളെ പിള്ളേരെയും കുടിയിറക്കും. ഞാനും ഒച്ചയിട്ടു, വലിയ ഒച്ച. എടാ, ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ടുപോകരുത്. നിന്റെ എല്ലു ഞാൻ തകർത്ത് കളയും. നൂല് പോലെയാണ് അവന്റെ ഒരു തൊള്ള. എടാ അബു, അപ്പോൾ ഹനീഫായും മറ്റും എവിടെ പോയി താമസിക്കും? അബു പതുക്കെ പറഞ്ഞു. ഹനീഫ കാക്കയുടെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. അത് ശരി, അങ്ങനെ ഒരു വർത്തമാനമുണ്ട്. വീടുണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി ഹനീഫ എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ്. 2 മൈൽ ദൂരെ കുന്നിന്റെ ചെരുവിലായി റോഡിനടുത്ത് ഒരു 80 സെന്റ് നല്ല ഭൂമി അവൻ വാങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ ഏത്തവാഴയും കപ്പയും മാവും വെച്ചിരിക്കുകയാണ്. അതിലൊരു വീട് വെക്കണം. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എന്നിൽ നിന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അവന്റെ പക്കൽ പണമൊന്നുമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് നടന്നു ചെന്ന് വാഴയ്ക്ക് ചുറ്റും വെള്ളമൊഴിച്ചിട്ട് 7 മണിക്ക് വീട്ടിൽ വരും. എന്നിട്ടവൻ അബിയെയും ലൈലായെയും കൂട്ടി നദിയിൽ കുളിക്കാൻ പോകും. ബാപ്പയും മക്കളും വലിയ കൂട്ടുകെട്ടിലാണ്. അവരുടെ സ്ഥലത്ത് വീട് വെക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന് ലൈലായും അബിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈദ് മുഹമ്മദും പറഞ്ഞിട്ടുണ്ട്. അവനും അവന്റെ ഉമ്മയായ ആനുമ്മയ്ക്കും ബാപ്പയായ സുലൈമാനും കൂടി താമസിക്കാൻ വീടിന്റെ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ ഒരു വീട് വെക്കുന്നുണ്ട്. അതിനുള്ള മരപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കല്ലിറക്കി വെച്ചിരിക്കുന്നു. ഈ പറഞ്ഞതൊന്നും ഹനീഫ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു,
എടാ അബു, ഹനീഫയുടെ കയ്യിൽ കാശില്ലെന്നാണ് തോന്നുന്നത്. അബു പതുക്കെ പറഞ്ഞു. ഹനീഫയ്ക്കൊക്കെ മഹാ അർക്കീസാണ്, ഒരുപാട് രൂപയുണ്ട്. പോടാ. അവൻ റബ്ബർ തെറ്റാലി എടുത്ത് കുറെ ഉരുളൻ കല്ലുകളുമായി പക്ഷികളെ തെറ്റി വീഴിക്കാൻ പോയി. വാ ആടെ, അവനൊന്നും ചെയ്യല എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ആടുമായി പാത്തുമ്മ ഇപ്പുറത്തു വന്നു. അടുത്തുള്ള പറമ്പിൽ അബു നിൽക്കുന്നത് കണ്ട് പാത്തുമ്മ വിളിച്ചു പറഞ്ഞു. ഏടാ അബു, നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാ മതി. വലിയ ഇക്കാക്ക വന്നതറിഞ്ഞില്ലേ നീ? എന്നെ എടാ അബു എന്ന് വല്യത്താത്ത വിളിച്ചത് കേട്ടോ ഇക്കാക്ക? വല്യക്കാക്ക വന്നിട്ടുള്ള മൂച്ചാണ്. അബുവിന്റെ മൂത്തതിന്റെ മൂത്തതാണ് പാത്തുമ്മ. അവളവനെ എടാ അബു എന്ന് വിളിച്ചത് വളരെ കുറച്ചിലായിപ്പോയി. ഞാൻ പറഞ്ഞു, എന്നാ നിന്നെ അബുസാർ എന്ന് വിളിക്കാമെടാ. പോടാ. പാത്തുമ്മ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് തിക്കും പൊക്കും നോക്കി. ആരുമില്ല. പാത്തുമ്മ രഹസ്യമായി പറഞ്ഞു, വല്ലിക്കാക്ക ആരും അറിയണ്ട. ആനുമ്മ അറിഞ്ഞാ വഴക്കിടും. ഇനി എനിക്ക് വല്ലിക്കാക്ക രൂപ ആയിട്ടൊന്നും തരണ്ട. ഖദീജാക്ക് 2 കമ്മല് പണിയിച്ചു കൊടുത്താ മതി. ഹനീഫായും അറിയണ്ട, കൊച്ചിക്കായും അറിയണ്ട, അബുവും അറിയണ്ട, ഉമ്മായും അറിയണ്ട. ഞാൻ പതുക്കെ ചോദിച്ചു, കമ്മല് വെള്ളിയുടേതോ പൊന്നിന്റേതോ? പാത്തുമ്മ തിക്കും പൊക്കും നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു, പൊന്നിന്റേത് വേണം വല്ലിക്കാക്ക, വല്ലോരോടും പറയുവോ? ഏയ്, ഞാൻ പറഞ്ഞു, പരമരഹസ്യമാക്കി വെക്കും. അങ്ങനെ പാത്തുമ്മയുമായി ഒരു രഹസ്യ കരാറിൽ ഞാൻ ഏർപ്പെട്ടു. കമ്മൽ ഉടനെ വേണം, പാത്തുമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ. ഈ കമ്മൽ ഒരു അടിയന്തര പ്രശ്നമായി തീരാൻ ഒരു ചെറിയ കാരണമുണ്ട്. ഞാൻ വന്ന ഉടനെ 3 ചെറിയ കുടകൾ എറണാകുളത്ത് നിന്ന് വരുത്തിച്ച് അബ്ദുൽ ഖാദറിന്റെ മകൾ പാത്തുക്കുട്ടി, ഹനീഫായുടെ മകൻ അബി, ആനുമ്മായുടെ മകൻ സൈദ് മുഹമ്മദ് എന്നിവർക്ക് കൊടുത്തു. പാത്തുമ്മയുടെ മകൾ ഖദീജയ്ക്ക് കുട കൊടുത്തില്ല. പാത്തുക്കുട്ടിയും അബിയും സൈദ് മുഹമ്മദും ഖദീജയും ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. ശീമത്തരവും ഒച്ചയും സമം, കരച്ചിലും അതുപോലെ തന്നെ. എന്നാൽ ഖദീജയ്ക്ക് കുട കൊടുത്തില്ല. എന്താ കാരണം? സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം മറന്നുപോയി. സാരമില്ല, പൊന്നിന്റെ കമ്മൽ 2 അവൾക്ക് റെഡി. പാത്തുമ്മ അപ്പുറത്തു പോയി എന്തോ വീട്ടുജോലിയിൽ ഏർപ്പെട്ട തക്കത്തിന് ആനുമ്മ പതുക്കെ എന്റെ അടുത്ത് വന്നു. അവൾക്ക് ഗർഭമുണ്ട്. പാത്തുമ്മ സ്കൂളിൽ പോയിട്ടില്ല. ആനുമ്മ സ്കൂളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് വർത്തമാനം പാത്തുമ്മയുടെ മാതിരിയല്ല. ആനുമ്മ പതുക്കെ പറഞ്ഞു, വല്ലിക്കാക്ക രൂപയായിട്ട് ഇനി എനിക്കൊന്നും തരണ്ട. പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി. അതും ഇപ്പോൾ വേണ്ട, ഞങ്ങൾ മാറി താമസിക്കുമ്പോൾ മതി. ഈ വിവരം ഇത്താത്തയോട് പറയരുത്. അതായത് പാത്തുമ്മ അറിയരുതെന്ന് ചുരുക്കം. അറിഞ്ഞാൽ പറയും, മതിയെടി നിന്റെ കള്ളത്തരം. നീ ഒരു പഠിത്തക്കാരി. ഞാനില്ലാത്തപ്പോ നീ വല്ലിക്കാക്കയുടെ എല്ലാം മേടിച്ചില്ലേ? അതുകൊണ്ടാണ് ഈ പാത്രങ്ങളുടെ രഹസ്യം ചെവിക്ക് ചെവി അറിയണ്ടാത്തത്. ആനുമ്മാക്ക് വീട്ടുപാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊള്ളാമെന്നും അത് രഹസ്യമായി തന്നെ വയ്ക്കുന്നതാണെന്നുമുള്ള കരാറിൽ ഞാൻ ഒപ്പുവെച്ചു. അങ്ങനെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു ബഹളം. ഉള്ളാടത്തിപ്പാറു, ഞാൻ കണ്ട് പോകുകയില്ല. ലൈലയുടെ ഒച്ചയാണ്. അവൾ ആരെയാണ് ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുന്നത്? അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. അപമാനം സഹിക്കവയ്യാതെ കലങ്ങിയ കണ്ണുകളോടെ തനി ആൺകുട്ടിയായ സൈദ് മുഹമ്മദ് എന്റെ മുമ്പിൽ വന്നു. അവൻ പരിപൂർണ നഗ്നനാണ്. അവൻ വേവലാതിയോടെ പറഞ്ഞു, വല്യമാമ, ലൈലാമ്മ എന്നെ ഉള്ളാടത്തിപ്പാറു എന്ന് വിളിച്ച്. ഒരാണിനെ ഉള്ളാടത്തിപ്പാറു എന്ന് വിളിക്കുകയോ? അതും ഒരു പീക്രി പെണ്ണ്. വടിയെടുത്തു കൊണ്ടുവാടാ. സൈദ് മുഹമ്മദ് ശീഘ്രം വടിക്കുപോയി. ഞാൻ വിളിച്ചു, എടി ലൈല, ഇവിടെ വരൂ. അവൾ വന്നു. പരിപൂർണ നഗ്ന തന്നെ. സൈദ് മുഹമ്മദ് കൊണ്ടുവരുന്ന വടി കണ്ട് അവൾ പറഞ്ഞു, വല്യ മൂത്തപ്പാനെ കൊണ്ടുപോകുകയില്ല. വേണ്ടടി എന്നും പറഞ്ഞ് സൈദ് മുഹമ്മദിന്റെ പക്കൽ നിന്നും വടി ഞാൻ കയ്യിൽ വാങ്ങിച്ചു. ലൈല അയ്യോ പൊത്തോന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അമ്മച്ചീ, അമ്മച്ചീ. ലൈല അവളുടെ ഉമ്മായെ വിളിക്കുന്നത് അമ്മച്ചി എന്നാണ്. ഞാൻ പറഞ്ഞു, നീ നിന്റെ അമ്മച്ചിയെ വിളിക്ക്, നിന്റെ ബാപ്പായെ വിളിക്ക്, നിന്റെ ഉപ്പുപ്പായെ വിളിക്ക്. എല്ലാവരെയും ഞാൻ തല്ലും. ഉപ്പുപ്പ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, ലൈലയുടെ ഉമ്മായുടെ ബാപ്പയാണ്. മേപ്പടി ഞാൻ താമസിക്കുന്നത് ഹനീഫായുടെ കൃഷിത്തോട്ടത്തിന്റെ അടുത്താണ്. ആ ഭാഗത്തെവിടെയോ ഒരു റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്ഥലത്തിന് പറയുന്ന വില കിട്ടും. തന്നെയുമല്ല, ആ ഭാഗം തെളിയും. ഇതെല്ലാം കാലേ കൂട്ടി ആലോചിച്ചിട്ട് തന്നെ ലൈലയുടെ ഉപ്പുപ്പ ഹനീഫായെ കൊണ്ട് ആ സ്ഥലം വാങ്ങിപ്പിച്ചതാണ്. ലൈല പറഞ്ഞു, അമ്മച്ചീനെ തല്ലണ്ട, ബാപ്പാനെ തല്ലണ്ട, ഉപ്പുപ്പാനെ തല്ലണ്ട.
എന്നാൽ നീ മേലിൽ ഉള്ളടത്തിപ്പാറു എന്ന് ആൺപിള്ളേരെ വിളിക്കരുത്. ഇല്ല. നിന്റെ ബാപ്പ പുരവെക്കുമ്പോൾ അവിടെ സൈദു മുഹമ്മദിനെ കൊണ്ടുപോകുമോ? വലിയ മുത്തബ്ബായെ കൊണ്ടുപോകുമോ? അവൾ കണ്ണീരോടെ പറഞ്ഞു. എല്ലാരെയും കൊണ്ടുപോകാം. ഹാവൂ, അങ്ങനെ ആ കേസ് തീർത്തു. നഷ്ടപരിഹാരാർത്ഥം സൈദു മുഹമ്മദിന് 2 മിഠായിയും ഒരു ഞാലിപ്പൂവൻ പഴവും കൊടുത്തു. എന്റെ പക്കലാണെങ്കിൽ ഏത്തപ്പഴം, ടൊമാറ്റോ, കണ്ണൻപഴം, കൈതച്ചക്ക, ഞാലിപ്പൂവൻ, മിഠായി ഇതൊക്കെ സ്റ്റോക്കുണ്ട്. മിഠായി മാത്രമാണ് ഞാൻ കാശ് കൊടുത്തു വാങ്ങിച്ചിട്ടുള്ളത്, പിള്ളേരുടെ കരച്ചിൽ മാറ്റാൻ. ബാക്കിയെല്ലാം എന്റെ അനുജന്മാരും കൊച്ചുണ്ണിയും സുലൈമാനും വാങ്ങിച്ചു തന്നതാണ്. പഴങ്ങൾ ധാരാളം തിന്നേണ്ട ആവശ്യമുണ്ടെനിക്ക്. അതെല്ലാം മേശപ്പുറത്ത് വെച്ചിരുന്നു. പെട്ടിപ്പുറത്തു കയറി നിന്ന് സൈദു മുഹമ്മദ് പഴങ്ങൾ കട്ടു തിന്നുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. ഞാൻ കണ്ടു എന്നുള്ളത് അവനും കണ്ടതാണ്. എന്റെ മുമ്പിൽ അവൻ വലിയ കള്ളനായി തീർന്നതിൽ അവന് വലിയ സങ്കടം തോന്നി. അവൻ കരഞ്ഞു. മേലിൽ അവന് കരച്ചിലിന് ഇടം കൊടുക്കാതിരിക്കാനായി പഴങ്ങളെല്ലാം പെട്ടിക്കകത്ത് ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. സൈദു മുഹമ്മദ് മിഠായിയും പഴവും തിന്നുന്നത് കണ്ടപ്പോൾ ലൈലാക്ക് വലിയ കരച്ചിൽ വന്നു. അവൾക്കും 2 മിഠായിയും ഒരു പഴവും കൊടുത്തു. മണം പിടിച്ചറിഞ്ഞ് വന്ന ആരിഫാക്കും അതേ തോതിൽ കൊടുത്തു. ഈ 2 മിഠായി വീതം സുബൈദാക്കും റഷീദിനും കൊടുത്തയച്ചു. എന്നിട്ട് ആശ്വാസത്തോടെ ആനുമ്മായെക്കൊണ്ട് ഒരു ചായ വരുത്തിച്ച് ഒരു ബീഡിയും കത്തിച്ച് ഒരു പുസ്തകവുമായി ചാരുകസേരയിൽ മലർന്നു. എല്ലാം ശാന്തം. അങ്ങനെ കിടക്കുമ്പോൾ എന്നെ സ്റ്റൈലായി പെറ്റ എന്റെ ഉമ്മ അടുത്തു വന്നു. മൂപ്പത്തിക്ക് 67, 77, 87 വയസ്സുണ്ട്. പല്ലു പോയിട്ടില്ല. വെളുപ്പിനെ 4 മണിക്ക് എണീക്കും. എന്നിട്ട് തോടുകളിൽ കുതിർക്കാനിട്ടിരിക്കുന്ന തെങ്ങോല വലിച്ചു കൊണ്ടുവന്ന് മെടയും. അത് കഴിഞ്ഞ് അതെല്ലാം പറമ്പിൽ നിരത്തിയിടും. നേരം ഉദിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഉണങ്ങട്ടെ. അത് കഴിഞ്ഞ് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കോരി നിറയ്ക്കും. 2 കൈയിലും ഓരോ വലിയ കുടം തൂക്കിക്കൊണ്ടുവരും. പാത്തുമ്മ, ആനുമ്മ, ഐശോമ്മ, കുഞ്ഞാനുമ്മ എന്നിവരെ ശാസിക്കും, ഒച്ചയിടും. വലിയ വീട്ടുവേല തന്നെ. രാത്രി 10 മണി വരെ. പാത്തുമ്മ എല്ലാ രാത്രികളിലും വീട്ടിലുണ്ടാവാറില്ല. എങ്കിലും റൊക്കം 3 പെണ്ണുങ്ങളുണ്ട്. ഉമ്മ എന്തിനു വേല ചെയ്യുന്നു? ചുമ്മാ അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ? ഈ ചോദ്യങ്ങൾക്ക് എല്ലാ ഉമ്മായുടെ പക്കൽ ഒന്നാം തരം സമാധാനമുണ്ട്. അവളുമാർക്കൊന്നും അറിഞ്ഞുകൂടാ. വീട് നോക്കാൻ ശീലിച്ചിട്ടില്ല. ശരി, അവരെല്ലാം പഠിക്കട്ടെ. ഉമ്മ ഈ ഭരണം അങ്ങ് വിട്ടുകൊടുക്ക്. അപ്പോഴുമുണ്ട് സമാധാനം. നിനക്ക് വീടിനെ പറ്റി എന്തറിയാം? ഒറ്റാന്തടി, മുച്ചാം വയറ്. ഇതുകൊണ്ടും ഞാൻ തോറ്റില്ലെങ്കിൽ പറയും, അവരിക്കെല്ലാം കൊച്ചുങ്ങളില്ലേ, അവരെയൊക്കെ നോക്കണതാരാ? ഞാൻ പറയും, ഒരുത്തി കൊച്ചുങ്ങളെ നോക്കണം, ബാക്കിയുള്ളവർ ജോലി ചെയ്യണം. നിനക്കങ്ങനെയൊക്കെ പറയാം. ഒറ്റാന്തടി, മുച്ചാം വയറ്. നീ എനിക്ക് കുറച്ച് രൂപ താ. ഞങ്ങളുടെ സംഭാഷണം എപ്പോഴും വന്നു നിൽക്കുന്നത് ഈ രൂപയിലാണ്. അതെന്റെ ആരോഗ്യത്തിന് അത്ര പറ്റിയതുമല്ല. അതുകൊണ്ട് ഉമ്മ എന്ത് ചുമന്നാലും എന്ത് വലിച്ചുകൊണ്ടു പോകുന്നത് കണ്ടാലും ഞാൻ മിണ്ടാതിരിക്കും. എന്തിനു ചുമ്മാ ഉമ്മായെക്കൊണ്ട് രൂപ ചോദിപ്പിക്കുന്നു? ഉമ്മ വന്ന പാടെ പതുക്കെ പറഞ്ഞു, എടാ, ഒരു 10 രൂപ എനിക്കിതാ. അതിന് ഞാനിപ്പോൾ ഉമ്മയോട് എന്ത് ഉപദേശിച്ചു എന്ന മട്ടിൽ ഞാൻ നോക്കി. ഉമ്മ പതുക്കെ തുടർന്നു, അതുൽ ഖാദിരെ അറിയരുത്, ഹനീഫ അറിയരുത്, ആനുമ്മായും പാത്തുമ്മായും അറിയരുത്. ഞാൻ വളരെ രഹസ്യമായി തന്നെ ചോദിച്ചു, കുഞ്ഞാനുമ്മായും ഐശോമായും അറിയുന്നതിൽ വല്ല വിരോധവുമുണ്ടോ? ഉമ്മ കെറുവിച്ചു, മതി, തരണുണ്ടേത്താ, ആരും അറിയണ്ട. ഞാനും ലേശം കെറുവിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ വന്നതിന് ശേഷം എത്ര രൂപ തന്നിട്ടുണ്ട് ഈ വീട്ടിൽ? പരസ്യമായും രഹസ്യമായും നിങ്ങൾ തന്നെ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട്? ഉമ്മ രഹസ്യമായി പറഞ്ഞു, നീ ഒന്നും തന്നിട്ടില്ലെന്നല്ല ഈ പറയണത്. എനിക്കിപ്പോ 10 രൂപയ്ക്ക് ആവശ്യമുണ്ട്. ഞാൻ തന്നതെല്ലാം എവിടെ? വളരെ ദിവസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ. എവിടെ ആ രൂപയെല്ലാം? ഉമ്മ വളരെ പതുക്കെ പറഞ്ഞു, പതുക്കെ പറ, എല്ലാം അതുൽ ഖാദിർ മേടിച്ച്. അവന് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടൻ, അവനിങ്ങ് വരട്ടെ. ചെറുപ്പത്തിലെ അവന്റെ കഴുത്തിന് കീഴ്പോട്ട് തളർന്നു പോയതാണ്. ബാപ്പ അനേകായിരം രൂപ ചെലവാക്കി ചികിത്സിപ്പിച്ചു. ഒടുവിൽ വലത്തെ കാലിൽ ഒരു മുടന്ത് അവശേഷിച്ചു. വലതുകാലിന് വളരെ വണ്ണക്കുറവുണ്ട്. ബാക്കിയെല്ലാം അവൻ ഫയൽവാനാണ്. ഇരുമ്പുവടിയും കുത്തിപ്പിടിച്ചാണ് നടപ്പ്. ഉമ്മ പതുക്കെ പറഞ്ഞു, അവനോടൊന്നും പറയണ്ട. ഈ പണ്ടപ്പരപ്പ് പരാധീനങ്ങളെയെല്ലാം രക്ഷിക്കണ ധനമല്ലേ.
അവനില്ലാർന്നെങ്കിൽ കാണാർന്ന്. നീ ഒറ്റാന്തടി മുച്ചാൻ വയറുമായി നടന്ന് നീ കണ്ടെടുത്തൊക്കെ താമസിച്ച് എത്ര രൂപയാ ചെലവാക്കിയത്? അതിനുള്ള പിഴ ഞാൻ അടച്ചു കഴിഞ്ഞു. ഒരുപാട് രൂപ ഞാനും ഇവിടെ ചെലവാക്കി. പതുക്കെ പറ. ഇല്ലെന്നാരും പറഞ്ഞില്ല. ആരും അറിയാതെ ഇപ്പൊ എനിക്ക് 10 രൂപ നീ താ. ഇതിനു മുമ്പ് ആരും അറിയാതെ ഞാൻ ഉമ്മായ്ക്ക് തന്ന രൂപയെല്ലാം അബ്ദുൽ ഖാദർ മേടിച്ചത് എങ്ങനെയാണ്? അവൻ ഈ രഹസ്യം എങ്ങനെ അറിഞ്ഞു? പതുക്കെ പറ. അബിയും പാത്തുക്കുട്ടിയും ചെന്ന് പറഞ്ഞു കൊടുത്ത്. ഞാൻ വളരെ പതുക്കെ പറഞ്ഞു. ഉമ്മായോടൊരു രഹസ്യം ഞാൻ പറയാം. വേറെ ആരോടും പറയരുത്. എന്റെ പക്കൽ ആകെ കൂടി ഇനി 5 രൂപയുടെ ഒരു നോട്ടുണ്ട്. വേറെ ദമ്പിടി കാശില്ല. ഉമ്മ ഉടനെ പറഞ്ഞു, അതിഞ്ഞാ എട്. ഞാൻ തിക്കും പൊക്കും നോക്കിയിട്ട് മുറിക്കകത്ത് ചെന്ന് നൊട്ടും ഒരു ഏത്തപ്പഴവും എടുത്തുകൊണ്ടുവന്നു. ഏത്തപ്പഴത്തിന്റെ മണം പിടിച്ച് പാത്തുമ്മായുടെ ആട് മുമ്പിൽ ഹാജരായി. പഴം ഞാൻ തൊലി ഉരച്ചു തിന്നു. എന്തോ തിന്നുന്നത് കണ്ട് ഉമ്മായുടെ അഭയാർത്ഥികളായ പൂച്ചകൾ വന്നു. ഉമ്മായുടെ മേൽനോട്ടത്തിൽ വിരഹിക്കുന്ന കോഴികളും വന്നു. ഞാൻ പഴത്തൊലി പാത്തുമ്മായുടെ ആടിനു കൊടുത്തു. ആട് പിന്നെയും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുകയാണ്. ഞാൻ തിക്കും പൊക്കും നോക്കി. ആരുമില്ല. മാനും മനുഷ്യരുമില്ല. കോഴികളും പാത്തുമ്മായുടെ ആടും പൂച്ചകളുമേയുള്ളൂ. ഞാൻ വളരെ രഹസ്യമായി 5 രൂപയുടെ നോട്ട് ഉമ്മായുടെ മടിയിൽ ഇട്ടുകൊടുത്തു. ഉമ്മ തിക്കും പൊക്കും നോക്കി. മാനും മനുഷ്യരുമില്ല. ഉമ്മ അത് മടക്കി തുണിത്തുമ്പിൽ കെട്ടി കുപ്പായത്തിന്റെ ഉള്ളിലാക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലിരുന്നു. ഞാൻ ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉമ്മ പറഞ്ഞു, എടാ, എനിക്കിപ്പോ ഇത്രയും വയസ്സായി. എപ്പോഴാ മരിക്കണതെന്നറിയാവോ? എനിക്കൊരു മോഹമുണ്ട്. നീ ഒരു പെണ്ണു കെട്ടിയിട്ട് നിന്റെ കൂടെ എനിക്ക് താമസിക്കണം. ഞാൻ ഒച്ചയെടുത്തു. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാമെന്ന് വെച്ചാൽ ഇവര് സമ്മതിക്കുമോ? പാത്തുമ്മ, ആനുമ്മ, ഓടിവാ. എന്റെ പെട്ടിയും കിടക്കയും എടുക്ക്. എനിക്കൊരു ചുമട്ടുകാരനെ വിളി. അവർ 2 പേരും ഓടി വന്നു. എന്താ ഉമ്മ ഇത് എന്ന് ആനുമ്മ ചോദിച്ചു. പാത്തുമ്മ പറഞ്ഞു, വല്ലിക്കാക്കട് ഉമ്മ കാശ് ചോദിച്ചിരിക്കും. ഞാൻ ഉടനെ പറഞ്ഞു, അതൊന്നുമല്ല. ഉമ്മ എണീറ്റ് അപ്പുറത്തേക്ക് പോയി. എന്താണുമ്മ എന്നും ചോദിച്ച് പാത്തുമ്മായും ആനുമ്മായും ഉമ്മയുടെ പിറകെ പോയി. ഞാൻ അങ്ങനെ അല്പം സമാധാനത്തോടെ ഇരുന്നു. വീണ്ടും ആനുമ്മായെ കൊണ്ടൊരു ചായ വരുത്തിച്ചു കുടിച്ചു. എന്നിട്ടൊരു ബീഡി വലിച്ചു. അപ്പോൾ പാത്തുമ്മയുടെ ആട് മുറ്റത്ത് നിന്നുകൊണ്ട് വരാന്തയിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന തീപ്പെട്ടി നാക്കു നീട്ടി ഏന്തിച്ചെടുത്ത് ഭക്ഷിക്കാൻ പണിപ്പെടുന്നത് കണ്ടു. ഞാനതെടുത്ത് കൊള്ളികൾ മാറ്റി കാലിത്തീപ്പെട്ടി അതിനു കൊടുത്തു. പാത്തുമ്മയുടെ ആട് രുചിയോടെ കാലിത്തീപ്പെട്ടി തിന്നു. അത് പോകാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു, അജസുന്ദരി, കൊള്ളികൾ എനിക്ക് വേണം. വേറെ കാലിത്തീപ്പെട്ടിയുണ്ട്. ആ സമയത്ത് പാത്തുമ്മ കുറേ കാടിവെള്ളം കൊണ്ടുവന്ന് അതിനു കൊടുത്തു. ഞാൻ പാത്തുമ്മയോട് പറഞ്ഞു, പാത്തുമ്മ, നിന്റെ ആട് എന്റെ 2 പുസ്തകങ്ങൾ തിന്നിട്ടുണ്ട്. ഞാൻ ഏതോ ഭയങ്കര ദ്രോഹം പറഞ്ഞ മാതിരി പാത്തുമ്മ പറഞ്ഞു, അങ്ങനെ പറയല്ലേ വല്ലിക്കാക്ക, എന്റെ ആട് അതൊന്നും ചെയ്യേല. എന്നിട്ട് വളരെ പതുക്കെ കമ്മലിന്റെ കാര്യം. ഞാനും പതുക്കെ പറഞ്ഞു, ഓർമ്മയുണ്ട്. വളരെ പതുക്കെ, ആരും അറിയണ്ട എന്നു പറഞ്ഞു. പാത്രവുമായി പാത്തുമ്മ അപ്പുറത്തേക്ക് പോയി. റഷീദും സുബൈദായും കരയുന്നുണ്ട്. ഒരു അനുഭാവക്കരച്ചിലെന്ന വണ്ണം ആരിഫായും സൈദു മുഹമ്മദും ലൈലായും തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലൈല അമ്മച്ചീനെ കൊണ്ടുപോകേല എന്നും പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അബു ഒരു കത്തുമായി വന്നു. കത്ത് തന്നിട്ട് ഒരു വടിയുമായി എന്താണിത് എന്ന് ഒച്ചയെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. ഉടനെ എല്ലാവരും കരച്ചിൽ നിർത്തി. വീട് നിശബ്ദം. ഞാൻ കത്ത് പൊളിച്ചു വായിച്ചു. വിദൂരമായ മദുരാശി നഗരിയിൽ നിന്നാണ്. രാജശ്രീ എം ഗോവിന്ദന്റെ ഭാര്യ ഡോക്ടർ പത്മാവതി അമ്മ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. തള്ളയ്ക്കും കുഞ്ഞിനും സുഖം. അമ്മയ്ക്കും മകനും സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ ഉടനെ ഒരു മറുപടി എഴുതി. ബാലയ്ക്കൊരു അനിയനുണ്ടായതിൽ അവളെ അഭിനന്ദിച്ചു. അവളുടെ പക്കലുള്ള സ്വത്തായ 2.5 രൂപ ബാങ്കിൽ നിക്ഷേപിക്കാൻ പറയാൻ ഞാൻ അച്ഛനെ ഉപദേശിച്ചു. ശ്രീ എം ഗോവിന്ദൻ മഹനീയമായ 2ാം വട്ടം പിതാവായതിൽ അദ്ദേഹത്തെ സ്തുതിച്ചു. കൂട്ടത്തിൽ എ നാരായണൻ നമ്പ്യാർ MA, KCS പണിക്കർ, ഡേവിഡ് ജോർജ്, ജാനമ്മ പാറുക്കുട്ടി അമ്മ, KA കൊടുങ്ങല്ലൂർ, KPG പണിക്കർ, ഗോപകുമാർ, ശരത് കുമാർ, രാംജി RM, മാണിക്കകത്ത് മുതലായ മദിരാശി സുഹൃത്തുക്കളെ കണ്ടെങ്കിൽ ഞാൻ എന്നെ പെറ്റുവളർത്തിയ എന്റെ ഉമ്മായുടെ കൂടെയാണ് താമസിക്കുന്നതെന്നുള്ള വാർത്ത അറിയിക്കാനും എല്ലാവർക്കും സൗഖ്യമല്ലേ എന്ന് ഞാൻ ചോദിച്ചതായി പറയാനും എഴുതി. അച്ഛനും മക്കൾക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി മംഗളം നേർന്നുകൊണ്ട് എഴുത്തു പൂർത്തിയാക്കി കവറിലിട്ട് നല്ലവണ്ണം ഒട്ടിച്ച് അഡ്രസ് എഴുതി അബുവിനെ വിളിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയി വേഗം പോസ്റ്റ് ചെയ്യടാ എന്ന് ആജ്ഞാപിച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു.
നിൽക്കടാ, ഞാൻ പറഞ്ഞു. നിന്നെപ്പറ്റി വലിയ പരാതികൾ കേൾക്കുന്നുണ്ട്. നീ അബ്ദുൽ ഖാദറിന്റെ കടയിലുള്ള രൂപ എല്ലാം വാരി കണ്ടവർക്ക് കടം കൊടുക്കുന്നു. കണ്ട മാസികകൾക്കെല്ലാം നീ ഏജൻസി എടുത്തിരിക്കുന്നു. നീ ആരെയും അനുസരിക്കുന്നില്ല. ശരിയാണോ? എല്ലാറ്റിനും ഉത്തരമായി അവൻ പറഞ്ഞു, എന്നെ ആർക്കും കണ്ടുകൂടാ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, വല്ലിക്കാക്ക വന്നപ്പോ കണ്ടോ? ചേട്ടത്തിമാരും കൊച്ചിത്താത്തായും വല്ലിത്താത്തായും ഉമ്മായും കൂടിയും മുറ്റവും പറമ്പുമെല്ലാം അടിച്ചു തൂത്തു കുപ്പയിട്ട് കത്തിച്ച് ക്ലീനാക്കി ഇട്ടിരിക്കുന്നത് കണ്ടോ? മുന്നേ ഞാൻ പറഞ്ഞതാ, ആരും കൂട്ടാക്കിയില്ല. ഞാൻ തന്നെ അടിക്കാൻ എല്ലാരും പറഞ്ഞു. ഇപ്പോഴെന്താ? ഇതെല്ലാം വല്ലിക്കാക്കയുടെ കാശ് തട്ടാനുള്ള വേലയാ. പണക്കാരൻ വന്നപ്പോൾ സന്തോഷിപ്പിക്കാൻ അവരിതെല്ലാം ചെയ്തു. ഞാൻ പണക്കാരനാണോ? എന്റെ കാശുണ്ടോ? വല്ലിക്കാക്ക, നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം, പെരയുടെ കൂടുമാറ്റി ഓടിടിക്കണം. ഞാൻ ചോദിച്ചു, നമുക്കെന്ന് പറഞ്ഞാൽ? വല്ലിക്കാക്ക രൂപ മുടക്കണം. എന്റെലെവിടുന്ന കാശ്? അവൻ ഊണും കഴിഞ്ഞ് എഴുത്തുമായി പോയി. അവൻ ചെന്നിട്ട് വേണം അബ്ദുൽ ഖാദറിന് വരാൻ. അവൻ പോയവാലെ ഹനീഫ വന്നു. ഹനീഫ പട്ടാളക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് തയ്യൽ കട തുടങ്ങി. കൂട്ടത്തിൽ സൈക്കിൾ ഷോപ്പും. സാധാരണ ഹനീഫ ഒരു പരിഷ്കാരിയാണ്. ഡബിളും ജുബ്ബായും ചീകിമിനുക്കിയ മുടിയും ക്ലീൻ ഷേവും. ഇപ്പോൾ ഒരു മുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. എന്തോ രഹസ്യമുണ്ട്. ഞാൻ മിണ്ടിയില്ല. വല്ലതും മിണ്ടിപ്പോയാൽ. അവൻ പറഞ്ഞു, വല്ലിക്കാക്ക, ഞാൻ എന്റെ സ്ഥലം വിൽക്കാൻ വിചാരിക്കുന്നു. വല്ലിക്കാക്കയ്ക്ക് വില കുറച്ചു തരാം. അതിപ്പോൾ എന്തിനു വിൽക്കുന്നെടാ? കാശില്ല. ഉണ്ടെങ്കിൽ ഒരു ഷർട്ട് തുന്നി ഇടുകില്ലേ? സ്ഥലത്തിന് എന്ത് വില കിട്ടണം? വല്ലിക്കാക്കയ്ക്കായതുകൊണ്ട് വില കുറച്ചു തരാം. 10,000 രൂപ തന്നേരെ. 10,000 രൂപ? ഹനീഫ, അതെന്ത് വിലയ്ക്ക് വാങ്ങിച്ചെന്ന് എനിക്കറിയാം. ഞാൻ വിഷയം മാറ്റി. ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ ഈ വീട്ടിൽ എന്തു കൊടുക്കുന്നുണ്ട്? 2-3 കൊല്ലത്തിനു മുമ്പ് ഹനീഫ വീട്ടിൽ കൊടുത്തിരുന്നത് ദിവസത്തിൽ 2 അണയായിരുന്നു. അവനും അവന്റെ കെട്ടിയോൾക്കും 2 പിള്ളേർക്കും തീറ്റിക്കും കുടിക്കും. കിടക്കയൊന്നും അവൻ വാങ്ങിച്ചിരുന്നില്ല. എണ്ണയും സോപ്പും അവൻ വാങ്ങിച്ചിരുന്നില്ല. അതൊക്കെ 2 അണയിൽ പെടും. അബ്ദുൽ ഖാദർ അവനെ ചീത്ത പറയും. അവന് യാതൊരു നാണവുമില്ല. മുറുകി പറഞ്ഞാൽ ഉടനെ അവൻ പറയും, ഞാൻ പട്ടാളത്തിൽ പോയി കളയാം, സർക്കാരിന് എന്നെ ആവശ്യമുണ്ട്. എങ്കിലും അന്ന് എന്റെ മധ്യസ്ഥതയിൽ ചില ഒത്തുതീർപ്പുകളെല്ലാം ഉണ്ടായി. 2 അണ ഞാൻ 4 അണയാക്കി. ക്രമേണ അത് 12 അണയിൽ എത്തിച്ചു. ഞാൻ പോയ ഉടനെ ഹനീഫ അത് വെട്ടിക്കുറച്ചു. ഒടുവിൽ പഴയ 2 അണ തന്നെ ആക്കിയെന്നോ മറ്റോ കേട്ടതായ ഓർമ്മയുണ്ട്. ഹനീഫാക്ക് ഒരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട്. അവനെക്കൊണ്ട് കാശ് കൂടുതൽ കൊടുപ്പിക്കാൻ ഒരു ന്യായവുമായി. പക്ഷേ എന്റെ ചോദ്യത്തിനല്ല അവൻ സമാധാനം പറഞ്ഞത്. അവൻ പറഞ്ഞു, കൊച്ചിക്കാക്കയുടെ മേടുകൊണ്ട് ജീവിക്കാൻ വയ്യ. അബ്ദുൽ ഖാദറിന്റെ എന്തു മേട്? ഒരു കെട്ട് നോട്ടുമായിട്ട് എന്റെ കടയിൽ കയറി വന്നു. ഒരുപാട് യോഗ്യന്മാർ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നോക്കടാ എന്നും പറഞ്ഞ് ആ നോട്ടുകെട്ടുകൊണ്ട് എന്റെ മുഖത്തടിച്ചു. എന്നിട്ട് പറയുകയാണ്, പണം കൊണ്ടെറിഞ്ഞാൽ പണത്തിൽ തന്നെ കൊള്ളുമെടാ. എന്നിട്ട് ചട്ടി അങ്ങിറങ്ങിപ്പോയി. ഞാൻ നാണിച്ചുപോയി. ഞാൻ വല്ലിക്കാക്കയ്ക്ക് ദിവസവും ബീഡി മേടിച്ചു തരുന്നില്ലേ? ദിവസവും തീപ്പെട്ടി മേടിച്ചു തരുന്നില്ലേ? എന്റെ പണം കൊണ്ട് അറിഞ്ഞിട്ടെന്താ പണത്തിൽ തന്നെ കൊള്ളാത്തത്? ന്യായം. എങ്കിലും അതിനല്ല ഞാൻ സമാധാനം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, റഷീദ് കൂടി ഉണ്ടല്ലോടാ ഇപ്പോൾ. റേഷൻ വാങ്ങാൻ നീ എന്തു കൊടുക്കുന്നുണ്ട്? അവൻ എടുത്ത വായ്ക്ക് പറഞ്ഞു, ഞാൻ പട്ടാളത്തിൽ പോയിക്കോളാം, സർക്കാരിന് എന്നെ ആവശ്യമുണ്ട്. അവൻ കെറിവിച്ചകത്ത് കയറി ഊണും കഴിച്ച് നേരെ തയ്യൽ കടയിലേക്ക് പോയി. ഞാൻ ഊണു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി വന്ന് എന്റെ കൂടെ ഒരു മിശ്രഭോജനത്തിനോട് ഒരുമ്പെട്ടു. ഞാൻ ഒച്ചയെടുത്തു, പാത്തുമ്മ ഓടിവാ. പാത്തുമ്മ ഓടി വന്ന് അതിനെ മുറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അതിനെ കയറിട്ട് കെട്ടി നിർത്തണം. പാത്തുമ്മ പറഞ്ഞു, കയറിടുന്നത് ഇതിനിഷ്ടമില്ല വല്ലിക്കാക്ക. സന്ധ്യയുടെ കൊച്ചുണ്ണി വന്നു. ചിലപ്പോൾ വീട്ടിൽ കിടക്കും, എന്റെ അടുത്ത് തന്നെ. എന്റെ ഇപ്പുറത്ത് ഉമ്മ, കൊച്ചുണ്ണിയുടെ അപ്പുറത്ത് അബു. ഹനീഫ അവന്റെ കുടുംബത്തിന്റെ കൂടെ മറ്റേ മുറിയിൽ. അബ്ദുൽ ഖാദർ അവന്റെ കുടുംബത്തിന്റെ കൂടെ പുരയ്ക്കകത്ത്. വരാന്തയിൽ ചാക്കുവിരികളുടെ ഉള്ളിൽ സുലൈമാനും കുടുംബവും. കൊച്ചുണ്ണി വീട്ടിൽ കിടക്കാത്തപ്പോൾ കുടുംബസമേതം പോകും. ചൂട്ടും കത്തിച്ച് മുമ്പേ കൊച്ചുണ്ണി. ആ വെളിച്ചത്തിൽ പിറകെ പാത്തുമ്മ. വാലുപോലെ പാത്തുമ്മയുടെ തൊട്ടുപിറകിൽ 10 വയസ്സായ ഖദീജയുടെ തൊട്ടുപിറകിൽ ആട്.